സൊസൈറ്റി തന്നെ പലപ്പോഴും ആന്ത്രപ്രനർഷിപ്പിന് എഗെയിൻസ്റ്റാണ്. ഇപ്പോൾ പണം ഉണ്ടാക്കുന്നത് മോശമാണെന്നോ അല്ലെങ്കിൽ ഒരു ഒരു കർഷകൻ്റെ ഇമേജ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കർഷകൻ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം പിടിച്ച് കരഞ്ഞു പിടിച്ച് നിൽക്കുന്ന ഒരു ഫേസാണ്. അതാണ് കർഷകന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കൃഷി ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അഗ്രയിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതിനകത്തൊക്കെ കൃഷി ചെയ്യുന്ന ഓടികൾ ഉണ്ടാക്കുന്നവരുണ്ട്. നല്ല ബെൻസിൽ ഓടിയിലൊക്കെ വന്ന് മീറ്റിങ്ങിനൊക്കെ വന്നവരൊക്കെ ഉണ്ട്. ഇൻകം ടാക്സും ഇല്ല, എക്സംഷൻ ഉണ്ട്. ഇന്ത്യയിൽ ഒരേ ഒരു ഇത് മേഖലയാണത്, അഗ്രികൾച്ചറിൽ ടാക്സും ഇല്ല. അപ്പോൾ ഇവരും ഉണ്ട്. ഇതിലേക്ക് കൂടുതൽ പേർക്ക് വരാൻ അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ കർഷകനും നല്ല പൈസ ഉണ്ടാക്കാം. അവർക്ക് തന്നെ കൃഷിയോടൊപ്പം തന്നെ ടൂറിസം കണക്ട് ചെയ്യാം. ഇപ്പോൾ വയബിലിറ്റി വർദ്ധിക്കും, റിസ്ക് നമുക്ക് ഹെഡ്ജ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയാം റെയിൽവേ ടിക്കറ്റ് വിറ്റിട്ട് റെയിൽവേ ലാഭത്തിൽ ഓടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനുകളെ നമ്മളിപ്പോൾ എന്താക്കുന്നു, അതൊരു കമേഴ്ഷ്യൽ ഹബ്ബാക്കി മാറ്റുന്നു. ഇപ്പോൾ മെട്രോ ടിക്കറ്റ് വെച്ചിട്ട് ലാഭമാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് നോൺ ട്രാൻസ്പോർട്ട് റവന്യൂ ക്രിയേറ്റ് ചെയ്തെടുക്കുക, വയബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. പരസ്യങ്ങളാവാം, മറ്റേതാവാം, അവിടെ വെക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള പാട്